വേറൊരു പാട്ട്. എവിടുന്ന് ട്യൂൺ വരണു? പരിശുദ്ധാത്മാവ്. ഇനി രണ്ടാമത് പാടാൻ പറ്റില്ല, ഒരിക്കലും അത് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെല്ലാം പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. അതാണ് ഏറ്റവും മനോഹരമായ ഒരവസ്ഥ. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ശാലമീ ശാലമീ ശാലമീയ ശിയലഹ ശാലഹി ഇല്ലമു 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 ഹിയ ഹിയ ലമിയലഹ ശാലമ ലമിയലഹ. The reason I live is to worship you. Shalaha. ഇങ്ങനെ വ്യത്യസ്ത ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഈ ഭാഷാവരത്തിൻ്റെ വ്യത്യസ്ത രീതികളുണ്ടാകാം. ഇതാണ് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക, പാടുക എന്നെല്ലാം പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഭാഷാവരത്തിൽ സംസാരിക്കുക എന്നുള്ളത്. 18-ാമത്തെ വചനം, 1 കൊരിന്ത്യർ 14:18. വാസ്തവത്തിൽ ഇത് വേറൊരു പാരഗ്രാഫ് ആകേണ്ടതായിരുന്നു അവിടെ. ഇവിടെ ടോട്ടലി ഡിഫറെന്റ് കാര്യം ഇവിടെ പറയുന്നത്. നിങ്ങൾ എല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട്. കണ്ടോ, വിമോളിൽ പറഞ്ഞതെല്ലാം ഭാഷാവരമാണ്, എന്നാൽ അതിൽ പ്രാർത്ഥനയാണ്, പാട്ട് പാടുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താ? 18-ൽ പറയുന്നത് എന്താ? ഭാഷാവരത്തിൽ സംസാരിക്കുന്നത്, സ്പീക്കിംഗ് ഇൻ ടങ്സ്. മക്കളെ, നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് പരിപാലിക്കുന്നത്. നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഞാൻ തന്നെ നിങ്ങളെ കൈപിടിച്ച് നടത്തും. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. കേട്ടോ, ഇത് മറ്റൊരു വരമാണ്. ഭാഷാവരത്തിൽ സംസാരിക്കുന്ന വരം, അതിൻ്റെ വ്യാഖ്യാനിക്കുന്ന വരം, ഇതൊക്കെ നമ്മളിലുണ്ട്. പക്ഷേ നമുക്കിത് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. നമ്മളിൽ ഈ വരങ്ങൾ തുറക്കുമ്പോൾ അനായാസേന ഇത് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഭാഷാപരത്തിൽ സംസാരിക്കുമ്പോഴാണ്, ഇതാണ് പെന്തക്കോസ്താ ദിവസം അവിടെ ഉണ്ടായ ആദ്യത്തെ അത്ഭുതം, ആദ്യത്തെ സംഭവം. അവരെല്ലാവരും ഭാഷാപരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ മറ്റൊരു ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ? ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഈ ബഹളം കേട്ടിട്ട് ജെറുസലേമിൽ വന്നിരുന്ന തീർത്ഥാടകരായിട്ടുള്ള നാനാ ജാതി മതസ്ഥർ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ഈ ഒച്ച കേട്ട് ഓടിക്കൂടി. 2-ാം അധ്യായത്തിൽ ആകാശത്തിൽ 2-ാം അധ്യായം 5-ാമത്തെ വചനം, ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും, ശ്രദ്ധിക്കണം കേട്ടോ, ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാക്ക്? ആ കൂടി വന്നവര്, ആ പ്രദേശത്ത് വന്ന തീർത്ഥാടകർ അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ
തങ്ങൾ ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ ഈ ഗലീലിയരായ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് അവർക്കത് എങ്ങനെ അനുഭവിച്ചത്? അവർക്ക് എങ്ങനെ അത് മനസ്സിലായി? എന്താ അവിടെ സംഭവിച്ചത്? അതായത് അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് വ്യാഖ്യാനവരം കൊടുത്തു. ഇവര് മാമോദിസ മുങ്ങിയവരായിരുന്നു. ഒന്നും ആയിരുന്നില്ല. അവര് വല്ല ഒരുക്കം നടത്തിയിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് അത്ഭുത രീതിയിൽ ഇതെല്ലാം മിഷന് വേണ്ടി പോണ സമയത്ത് അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നമുക്കറിയില്ല. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ സംസാരിക്കണത് മനസ്സിലാക്കാനും നമ്മൾ സംസാരിക്കണത് അവർ മനസ്സിലാക്കാനും പരിശുദ്ധാത്മാവ് ഇതുപോലെ ഭാഷാവരം തരും. ഇപ്പൊ ഞാനും സിസ്റ്ററും കൂടി ഭാഷാവരത്തിൽ സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. അപ്പൊ ഇതാണ് ഈ വരദാനങ്ങൾ ഉപയോഗിക്കണം. ഈ വരങ്ങളെല്ലാം എന്തിനാണ് നൽകിയിരിക്കുന്നത്? സഭയെ പണിതുയർത്തുന്നതിനും സുവിശേഷത്തിന് വേണ്ടി ആണ്. ഇതാരുടെയും വ്യക്തിപരമായ ആവശ്യത്തിനല്ല. അതാണ് ഇവിടെ പറയുന്നത്. 14:26 മുതൽ പറയുന്നത് ശ്രദ്ധിക്കണം. വരദാനങ്ങൾ ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയല്ല. ഒരു ഫാക്ടറി പണിയണം, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കേ, അതിന് ഈ സ്ഥലം പറ്റുമോ? നോ, പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കാം, ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ സന്ദേശം കിട്ടും. പക്ഷെ അത് ഈ അർത്ഥത്തിൽ ആകില്ല. അതനുസരിച്ച് കെട്ടിടം പണിതാൽ അത് അവിടെ ഫാക്ടറി നടക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർശനവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചോദിച്ച് പേടി പ്രാർത്ഥിക്കാനല്ല. അതാണ് ഇവിടെ 26 പറയുന്നത്. സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം, എല്ലാവരും ഏറ്റു പറഞ്ഞ്, ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗിക്കുവിൻ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗിക്കുവിൻ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് വിചാരമായ ഇയാളിന് ചോദിച്ചാൽ നമുക്കറിയാല്ല, എനിക്ക് എന്നാ വിസ കിട്ടണേ, വിസ കിട്ടുമോ? ഒരു ഫ്ലൈറ്റ് പോകണത് കാണണ്ടല്ലോ, ഇതൊക്കെ കാണാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഒരു ആത്മീയ ഉത്കർഷത്തിൻ്റെ സിംബോളിസമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം വീണ്ടും പറയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രദറെ, എൻ്റെ 2 ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യണില്ല, ഒന്ന് പ്രാർത്ഥിച്ചേ, എന്താ അത് വർക്ക് ചെയ്യാത്തതിൻ്റെ? ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കേണ്ട കാര്യമല്ല. ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യണില്ലെങ്കിൽ എൻ്റെ മെക്കാനിക്കിനെ വിളിച്ച് അന്വേഷിക്കണം. അല്ല, സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്ത് സന്ദേശം എടുത്തതനുസരിച്ചിട്ടാണ് ഈ ഫിഷിംഗ് ബോട്ട് മേടിച്ചത്. ആളുടെ പേരൊക്കെ പറഞ്ഞു. എന്താ പലത്? ഓക്കെ. ഞാൻ പറഞ്ഞു, അത് ഭയങ്കര തെറ്റായിപ്പോയല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, അങ്ങനെ ദർശനത്തിൽ കണ്ടുന്നേ 2 ഫിഷിംഗ് ബോട്ട് 2 ബോട്ട് കണ്ടു. 2 ബോട്ട് ദർശനത്തിൽ കണ്ടത് ശരിയായിരിക്കാം. പക്ഷെ അതിന്റെ വ്യാഖ്യാനം ബോട്ട് മേടിക്കാനാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 2 ബോട്ട് മേടിക്കാൻ കർത്താവ് സന്ദേശം തരണം. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബോട്ട് മേടിച്ചു. 2 വർഷമായിട്ട് ബോട്ട് വെറുതെ കിടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, അയ്യോ, അത് ഭയങ്കര പ്രശ്നമായല്ലോ, അതുകൊണ്ട് സാറൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോ പ്രാർത്ഥിക്കാം. എന്തിന്? ആ 2 ബോട്ട് കണ്ടു എന്ന ദർശനത്തിന്റെ വ്യാഖ്യാനം എന്തെന്ന് പ്രാർത്ഥിക്കാം. അത് കർത്താവ് പരിശുദ്ധാത്മാവ് ഇപ്പൊ തരും. എന്നാ ഒന്ന് പ്രാർത്ഥിക്കും.
ശ്രദ്ധിക്കണേ എല്ലാവരും, എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് അതിന്റെ വ്യാഖ്യാനം തരികയാണ്. ഇയാൾ 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രൈസ് ദ ലോർഡ്, അത് സത്യമാണ്, അയാൾ തന്നെ പറയാം, അത് കറക്റ്റാണ് ബ്രദറെ. ഇനി എന്താ കണ്ടോ, മനസ്സിലായില്ലേ? വാസ്തവത്തിൽ ഈ വരദാനങ്ങളെ കുറിച്ച് ഒരു ട്രെയിനിങ്, പരിശീലന, ധ്യാനം ഉണ്ടാകാനുള്ള പ്രധാന ഒരു കാരണം ഈ ഒരു സംഭവമാണ്. നമ്മളിൽ വരദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും അതിന് അതിന് പരിശീലനം വേണം, അല്ലെങ്കിൽ ഇതുപോലെ തെറ്റുപറ്റും. ഇത് നമുക്ക് പറയാവുന്ന ഒരു തെറ്റാണ് പൊതുവില്. ഇതിനും ഭയാനകമായ തെറ്റുകൾ നമുക്ക് പൊതുവെ പറയാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വരദാനങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. വരദാനങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇയാൾ പറയാണ് ഉടനെ തന്നെ, ഈ 2 ബോട്ടെന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ കരിസ്മാറ്റിക് ടീമിന്റെ ലീഡറാണ്. എന്നാൽ അതേ സമയത്ത് എനിക്ക് പോണ്ടിച്ചേരിയിൽ ഒരു ഫോറിൻ ലിക്കർ ഷോപ്പുണ്ട്. ഇതാണ് 2 ബോട്ടെന്ന് അദ്ദേഹം തന്നെ പറയാം. കണ്ടോ? ഇപ്പൊ 2 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, നീ 2 ബോട്ടിൽ കാല് വെക്കരുത്, അപകടമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം നിർത്തണം. വളരെ ശരിയാണ്. എനിക്കൊരു മകനേ ഉള്ളൂ, അവനാണ് അവിടെ ഇരിക്കണത്, ചെറുപ്പം പയ്യൻ. അവനിപ്പം എന്തോ മാനസിക വിഭ്രാന്തി പോലെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫോറിൻ ലിക്കറുകളുടെ കുപ്പികളുടെ മധ്യത്തിലാണ് അവൻ ഇരിക്കണേ. അവന് പിന്നെ എന്തുണ്ടാവും? എന്താണ് നിങ്ങളുടെ ജോലി? ഞാൻ മൊട്ടക്കുന്നിൽ കശുമാവും തോപ്പാ. അപ്പൊ ഈ മൊട്ടക്കുന്നിൽ കശുമാവും തോപ്പിന്റെ ആള് ഈ കടലിലെ മീൻപിടുത്തത്തിന്റെ ബോട്ട് ഓടിക്കാനോ അത് വല്ലതും അറിയോ? എനിവേ, ഇതിപ്പോ ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ വരദാനങ്ങൾ നമ്മളിൽ വളരാത്തതിനോ അല്ലെങ്കിൽ വളരണമെങ്കിൽ ഈ അടിസ്ഥാനപരമായ ഒരു തത്വം നമ്മൾ പഠിക്കണം. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഉപയോഗിച്ചാൽ ഒന്ന്, അതിലൂടെ ഭയാനകമായ തെറ്റുകൾ സംഭവിക്കാം. 2, നമ്മളിൽ ആ വരദാനങ്ങൾ മുരടിച്ചു പോകും, അത് പ്രവർത്തനമില്ലാതെയാകും. അതുകൊണ്ടുകൂടിയാണ് പലരിലും വരദാനങ്ങൾ പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് വരദാനങ്ങൾ പ്രത്യേകിച്ച് പ്രവചനപരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യമാണ്. ഭാഷാപരത്തോടെ സംസാരിക്കുന്നെങ്കിൽ 2 or 3 പേർ സംസാരിക്കൂ. ഓരോരുത്തരും മാറി മാറി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. അതാണ് ഭാഷാപരത്തിൽ സംസാരിക്കുക എന്നത് മറ്റൊരു വരമാണ്. നമ്മൾ ആദ്യം ഭാഷാപരം മാത്രമേ കേൾക്കണുള്ളൂ. ഇവിടെ വീണ്ടും പറയുന്നത് ഭാഷാപരത്തിൽ പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥന വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പലർക്കും ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. നിങ്ങൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കരുതല്ലേ പറഞ്ഞേക്കണേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ വേണ്ടതല്ലേ പറഞ്ഞേക്കണേ? എന്താ ഭാഷാപരം? അല്ല, ഭാഷാപരത്തിൽ സംസാരിക്കുന്നത്. ഭാഷാപരത്തിൽ സംസാരിക്കുമ്പോൾ, അതായത് സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഇത് ഭാഷാപരത്തിൽ സംസാരമാണ്. ഇത് ഭാഷാപരത്തിൽ പ്രാർത്ഥന. ഇത് 2 വ്യത്യസ്ത വരകളാണ്. ഇത് നമ്മളിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ വേർതിരിച്ചറിയാനും ഭാഷാപരത്തിൽ സംസാരിക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാനുള്ള വരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ ആ വരം നമുക്ക് കിട്ടും. കുറച്ച് പണിയുണ്ട്, വേണ്ടി പ്രാർത്ഥിക്കണം.
അപ്പോൾ 2-3 പേർ ഒരാൾ വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ മൗനം ദീക്ഷിക്കുകയും ഓരോരുത്തരും തങ്ങളോട് തന്നെയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യട്ടെ. ഇനി 2-3 പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ. കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ നിശബ്ദനായിരിക്കണം. ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ ഇപ്പം നിങ്ങൾക്ക് അനുഭവമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾ 3-4-5 പേര് ഒരു ഗ്രൂപ്പിലുണ്ടാവും. ഒരാൾ നടുക്കിരുന്നിട്ട് ആ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനം ഉണ്ടാകാം, ഭാഷ സംസാരിക്കാം, ഒരു ദർശനം കിട്ടാം. അപ്പം അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ നിശബ്ദനാകട്ടെ. ഒരാൾക്കൊരു ദർശനം കിട്ടിയാണ്, അപ്പോൾ അദ്ദേഹം പറയാതെ ഒരു ദർശനം വരുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ളവർ നിശബ്ദരാകണം. എന്നിട്ട് ആ ദർശനത്തെക്കുറിച്ച് കേൾക്കണം. അതിനെയും വ്യാഖ്യാനം വേണം. തൽക്കാലം വ്യാഖ്യാനമില്ലെങ്കിലും ദർശനം കേൾക്കുക. ചിലതിന് വ്യാഖ്യാനമില്ലാതും മനസ്സിലാകാം. ദർശനത്തിന് വ്യാഖ്യാനം വേണം, ഭാഷാപരത്തിൽ സംസാരിക്കുന്നതിന് വ്യാഖ്യാനം വേണം. ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും. പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അതായത് ഒരു പ്രവചനം വരുന്നു, അപ്പോൾ മറ്റുള്ള അവിടെ വേറൊരാൾ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരാളൊരു ദർശനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രവചനം വരുന്നെങ്കിൽ ഉടനെ പ്രവചിക്കേണ്ട ആ പ്രവാചകന്റെ ആത്മാവ് ആ പ്രവാചകന് വിധേയമാണ്. ആ പ്രവാചകന്റെ ആത്മാവിന് അതിനെ നിർത്താം, ഇത് കഴിഞ്ഞിട്ട് പറയാം എന്നുള്ള മാതിരി. മനസ്സിലായോ? പെട്ടെന്ന് നമ്മൾ വലിയൊരു ചാനലിലേക്ക് ചാടിക്കേറി. ഓക്കെ, ഇനി ഇത് 14-ാം അധ്യായത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുകയും. പ്രവചനപരം വാസ്തവത്തിൽ എല്ലാവരിലും നൽകിയിട്ടുള്ള വരമാണത്. എന്തുകൊണ്ടെന്നാൽ ഈശോ മിശിഹായുടെ ത്രിവിധാഭിഷേകം. എന്തെല്ലാമാണ് ത്രിവിധാഭിഷേകം എന്ന് പറയുന്നത്? രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പുരോഹിത അഭിഷേകം, ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരിലും ഉണ്ട്. കാറ്റഗിസം 783 പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യുകയും പുരോഹിതനും പ്രവാചകനും രാജാവുമായി സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ദൈവജനം മുഴുവൻ ക്രിസ്തുവിൻ്റെ ഈ 3 ധർമ്മങ്ങളിലും ഭാഗവാക്കുകളാകുന്നു. ഒന്നെല്ലാവരും പറഞ്ഞേ, ദൈവജനം മുഴുവൻ ക്രിസ്തുവിൻ്റെ ഈ 3 ധർമ്മങ്ങളിലും ഭാഗവാക്കുകളാകുന്നു. അവയിൽ നിന്നുരുത്തിരിയുന്ന എല്ലാവരും ദൗത്യത്തിനും സേവനത്തിനും വേണ്ടിയുള്ള ഉത്തരവാദിത്വങ്ങൾ അവർ വഹിക്കുകയും ചെയ്യും. അപ്പൊ ഈ വരങ്ങൾ നമ്മളിൽ ഉണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ ഇത് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി എന്താ? ഇനി അതൊരു ദൗത്യമാണ്, അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ബൈബിളിൻ്റെ പുറകുവശത്തെ പേജിലെ
ഹോളി ലാൻഡിൻ്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. നോക്കട്ടെ, ഇംഗ്ലീഷ് ബൈബിളിലാണത് മനോഹരമായി കാണുന്നത്. ഈ മലയാളം ബൈബിളിൽ എങ്ങനെയാണ്? ഒരു വിധത്തിൽ ഉണ്ടോ കേട്ടോ. ഇവിടെ കാണുന്ന ചിത്രത്തിൽ മുകളിൽ വടക്ക് ഭാഗത്ത് ഗലീലി തടാകം, പിന്നെ ജോർദാൻ നദി നടുക്ക്, സൗത്ത് താഴെ ചാവുകടൽ. അപ്പൊ എന്താണ് ഈ ചാവുകടലിൽ വെള്ളം വരുന്നത്? ഗലീലി തടാകത്തിലും വെള്ളം വരുന്നത് ജോർദാൻ നദിയിലൂടെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒന്ന് ചാവുകടലും ഗലീലി തടാകത്തിലാണെങ്കിൽ എപ്പോഴും സമൃദ്ധമായ മത്സ്യം, ഫുൾ ഓഫ് ലൈഫ്? കാരണം ഇതാണ്, ഈ ഗലീലി തടാകം കുറച്ചുന്നതമായ ഭൂപ്രദേശത്താണ്. അവിടെ നിന്ന് തടാകത്തിൽ നിന്ന് ഒഴുക്ക് ധാരാളം മറ്റ് നീർച്ചാലുകളായിട്ട് മറ്റ് വശങ്ങളിലേക്കെല്ലാം പോയി എപ്പോഴും അതിൽ നിന്ന് കൊടുക്കുന്നു. ഈ ഗലീലി തടാകം മറ്റുള്ളവരേക്ക് വെള്ളം കൊടുക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് എപ്പോഴും പുതുവെള്ളമുണ്ട്. എന്നാൽ ചാവുകടൽ സമുദ്ര തലത്തിൽ നിന്നും വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ്. അതുകൊണ്ട് അതിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നില്ല. അത് ഇങ്ങോട്ട് പോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ, എനിക്ക് വേണം എനിക്ക് വേണം. നമ്മളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. എന്താ പ്രയോജനം? ഈ കിട്ടണതെല്ലാം ഇങ്ങോട്ട് വന്നോട്ടെ വന്നോട്ടെ, പക്ഷെ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരായി? ശരിക്കും ഞാൻ ചിന്തിക്കുകയാണ്, എന്തോ ഒരു വിഡ്ഢിയായിരുന്നു ഞാൻ. ഒരു 40 വർഷം വരെ ഞാൻ ഒരു സാക്ഷാൽ ചാവുകടലായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇതെന്തോ ഒരു വലിയ ഒരു തെറ്റാണ്. അതൊരു തെറ്റാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടുണ്ടായ നഷ്ടം എത്ര? പ്രധാനമായിട്ട് മാമോദീസായുടെ അർത്ഥവും വ്യാപ്തിയും അതിൽ നിന്നുള്ള ഉത്തരവാദിത്വവും നമുക്ക് അറിയാനേ പാടില്ല. ഇവിടെ നമ്മൾ കേട്ടു, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇറ്റ് ഈസ് എ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഗാബെ und Aufgabe എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. ഗാബെ എന്ന് പറഞ്ഞാൽ ദാനം. ഡെയ്സി, ഗാബെ und Aufgabe. ഗാബെ ഈസ് എ ഗിഫ്റ്റ്, Aufgabe ഈസ് ഗിവിംഗ് ടു അതേഴ്സ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മാമോദീസായിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്? ദൈവത്തിന്റെ ദാനം സ്വീകരിക്കാനും നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കാനും. എന്തിനു പറയുന്നു? നമുക്കെല്ലാം കിട്ടി, പക്ഷേ ഇത് കൊടുക്കണതിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കാനില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ചാവുകടൽ അന്തരീക്ഷമാണ്. ഞാൻ കുറ്റം പറയല്ല, നമ്മൾ ഈ നവീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും ഇന്നും ചില ഇടവകകളിലുള്ള അവസ്ഥയും മാർപ്പാപ്പമാര് ആദ്യമേ തന്നെ പറയാറുണ്ട്, കരിസ്മാറ്റിക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് അല്ല. സഭ മുഴുവനും കരിസ്മാറ്റിക് ആണ്. ഈ പെന്തക്കോസ്തായ്ക്ക് വന്ന വരദാനങ്ങൾ കരിസ്മാറ്റിക്കുകാർക്ക് വേണ്ടി മാത്രമാണോ? സഭ മുഴുവനിലും വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെല്ലാം ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട, കാരിസ്, എല്ലാവരിലും ഉണ്ട് വരം. നമ്മൾ കരിസ്മാറ്റിക് ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കരുത്.
മറ്റുള്ളവരുടെ അവർ കരിസ്മാറ്റിക് ഗ്രൂപ്പാണ്, നമ്മളുമായിട്ടൊരു അങ്ങനെ മാറ്റി നിർത്തുകയും ചെയ്യരുത്. ഈ വരദാനങ്ങൾ എല്ലാവരിലുമുണ്ട്. ഈ വരദാനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പകിട്ട്, ഒരു ജ്വലനം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ തോമാസ് ലീഗ 52 ഭാരതത്തിൽ വന്നു, 2000 വർഷമായി. ഇന്നും നമ്മൾ വെറും 2-3% കിടക്കണം. എന്തുകൊണ്ടാണ്? ഞാനൊരു കത്തോലിക്കനാണ്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി വന്ന തിരുവാട്ടീസും കോഴിയിറച്ചിയും താറാവിറച്ചിയും എല്ലാം കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. നല്ല ജീവിതം, ഹാപ്പി ലൈഫ്. ഇതാണോ ദൈവം ആഗ്രഹിച്ച ക്രിസ്തീയ ജീവിതം? ഏതാണ്ട് അങ്ങനെയല്ലേ അധികം ആൾക്കാരിലും സംഭവിച്ചത്. എനിക്കങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു ഞായറാഴ്ച, ഇന്നും പല രാജ്യങ്ങളിലും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിലൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് സുഭിക്ഷമായിട്ട് കുടിക്കുക, തിന്നുക, ഉറങ്ങുക. അപ്പൊ ഇങ്ങനെയുള്ള വലിയ തെറ്റായ ഒരു ഫോൾസ് ഇമേജിൽ നമ്മൾ വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളിലുള്ള വരങ്ങൾ മരവിച്ചു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ചാരം കൊണ്ട് കിടക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ പറയണത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും ആദ്യം നമ്മൾ തന്നെ രക്ഷപ്പെട്ടാലല്ലേ ഇത് മറ്റുള്ളവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ വ്യക്തിപരമായി ഇനി പൗലോസ്ലീഹയുടെ 12-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 12 പറയുന്ന അത് എടുക്കാനാണ്, അതാണ് ഞാൻ ആദ്യം പറയാൻ ആത്മാവ് അങ്ങോട്ട് നയിച്ചു. 12:1 പറയുന്നത്, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം. ഇതൊക്കെ എന്തോരം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരരെ എന്നെല്ലാവരും പറഞ്ഞ്, സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിന്റെ അറിവെന്ന് പറഞ്ഞാൽ? 2 തരത്തിലുള്ള അറിവാണ് ഇവിടെ വേണ്ടത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരിലും എന്തെല്ലാം ആത്മീയ ദാനങ്ങളാണ് ഉള്ളതെന്നുള്ള അറിവ് വേണം. നമ്മൾ എന്തോ ഒരു അജ്ഞരാണെന്ന് ആലോചിച്ച് നോക്കി. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങളങ്ങ് അത്ഭുതപ്പെടും. നിങ്ങളിൽ എന്തെല്ലാം ആത്മീയ, നാളെ അല്ല, ഇപ്പൊ ഒരു 2 മണിക്കൂർ രാത്രി നമ്മളിൽ ദർശനപരം, പ്രവചനപരം, ഭാഷാപരം, അത്ഭുത രോഗശാന്തി വരം, ഇതൊക്കെയുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരം. എന്താ പിശാചി നമ്മളെ വിട്ടു പോകാത്തത്? നമ്മളാരും ബഹിഷ്കരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ കയറ്റി താമസിപ്പിച്ചിരിക്കുക നമ്മുടെ വീട്ടിൽ. കർത്താവ് ആദ്യം തന്നെ തന്നേക്കണ വരം പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. അതൊരു വരമാണ്. അപ്പോ നമ്മളെല്ലാം വിചാരിച്ചിരിക്കണം അത് അൽമായർക്കാതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ അച്ഛന്മാരെയൊക്കെ ചെയ്യുന്ന കാര്യമാണ്, നമ്മളൊന്നും പിശാചിന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റോമിൽ ഒരു കാലത്തൊരു കൊളോക്യം ഉണ്ടായിരുന്നു. വരദാനങ്ങളെക്കുറിച്ച് സഭ ഔദ്യോഗികമായിട്ട് നടത്തിയ ഒരു കൊളോക്യം, ഒരു വലിയ ചർച്ചയും അതിനെക്കുറിച്ച് ഉള്ള ഒരു വിശദീകരണം പഠിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിൽ തമാശയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നാഷണൽ ടീമിലുള്ളതിൻ്റെ പേരിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ അഡ്മിഷൻ ഉണ്ട് നാഷണൽ ടീമിലെ മെമ്പേഴ്സിനൊക്കെ. പക്ഷെ ഇവരെൻ്റെ പേര് കൊടുത്തില്ലായിരുന്നു. കാരണം ഞാൻ യൂറോപ്പിലാണ് അധികം, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അവസാനം നോക്കിയപ്പോൾ എൻ്റെ പേരില്ല. ഞാൻ അവിടെ ഇൻ്റർനാഷണൽ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ, തോമസ് പോൾ, വി ആർ വെരി സോറി, യു ആർ നോട്ട് ഇൻ ദ ലിസ്റ്റ്. ഇനിയും ചേർക്കാനും പറ്റില്ല, എല്ലാ റൂമും ബുക്കായിരിക്കണം.
അതാണ് പരിശുദ്ധാത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വഴി കാണിച്ചു തരും. ആത്മാവ് നയിക്കുക എന്ന് പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ ഞാൻ ഈ ഇന്റർനാഷണൽ ഓഫീസിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളതും അവരെ, പക്ഷേ എന്ത് കാരണവശാലോ ഞാൻ എൻ്റെ ലിസ്റ്റിൽ പേരില്ല. അത് ശരിയാവില്ലല്ലോ പരിശുദ്ധാത്മാവേ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളിത് വീഡിയോ പിടിക്കുന്നുണ്ടാവോ? അയ്യോ, വീഡിയോ പിടിക്കാനുള്ള ബഡ്ജറ്റില്ല, ക്യാമറാമാൻമാർക്കൊക്കെ ഭയങ്കര കാശ് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോ പിടിച്ചു തരട്ടെ. ഓ, ദാറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ടീമാണ്, എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻറ്റ്മാരുണ്ട്, ഒരാളും കൂടി വരും, കുഴപ്പമില്ല, അതെല്ലാം അറേഞ്ച് ചെയ്തോളാം കണ്ടു. അങ്ങനെ നമ്മളുടെ ഇപ്പോൾ ടെലിവിഷൻ ചാനൽ നടത്താൻ അവിടെ ജർമ്മൻ ഭാഷയിൽ ഞങ്ങളുടെ ക്യാമറ ടീമും ഞാനുമായിട്ട് ഞങ്ങളാണ് റോമിലങ്ങ് ചെന്നു. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്യാമറമാൻ സ്തുതിക്കണോ, ഞാനാണ് നടുക്ക്, ക്യാമറമാനും എൻ്റെ ക്യാമറ നടുക്ക്, മറ്റേ ക്യാമറ സൈഡിൽ. അപ്പം ഞാനിവിടുത്തെ ഓരോന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ഫുള്ളായിട്ട് അനോയിൻറ്റിങ്ങിലാണ് ഞാൻ. എൻ്റെ സ്തുതിപ്പും ഇതെല്ലാം കേട്ടിട്ട് ഈ പാർട്ടിസിപ്പൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി. ക്യാമറമാൻ വരെ, പക്ഷേ ക്യാമറമാൻ ആരാണെന്ന് അധികം പേർക്ക് അറിയില്ല. എനിവേ, ഞാൻ പറയാമത് ഇതാണ്, അവിടെ ഡെലിവറൻസിനെ കുറിച്ച് ക്ലാസ് എടുത്ത അച്ഛൻ, വളരെ സുപ്രസിദ്ധനായ, നിങ്ങളെല്ലാം അറിയുന്ന റോമിലെ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ ഗാബ്രിയേലി ആമോസ് ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിലൊരു അതോറിറ്റിയാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി പറയുകയാണ്. ഒരുപാട് ബിഷപ്പ്മാരും കർദിനാൾമാരും വരെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ അൽമായരുടെ ഡിക്കാസ്ട്രിയുടെയും അങ്ങനെ 2-3 ഡിക്കാസ്ട്രിയുടെ കർദിനാളന്മാരും ബിഷപ്പ്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവരൊന്നും പേടിയില്ല. അദ്ദേഹം പറയാണ്, അതെങ്ങനെയാ ബിഷപ്പ് പറയണത്, ബിഷപ്പുമാർക്ക് മാത്രമേ പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരമുള്ളത്, അതെങ്ങനെയാ നിങ്ങൾ അൽമായരെ അങ്ങനെ പറയണേ, അങ്ങനെ എവിടെ എഴുതിയേക്കണേ? മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് ഉദ്ധരിച്ചുകൊണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അടയാളമുണ്ട്. ഒരു വിശ്വാസിയുടെ അടയാളം എന്താണ്? ഒരു വിശ്വാസിയുടെ അടയാളം? അവൻ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവൻ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇപ്പൊ മിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മിഷന് പോകുമ്പോൾ പോണയ്ക്ക് മുമ്പ് തന്നെ അവിടുത്തെ പിശാചുക്കളെ ഇവിടെ ഇരുന്ന് തന്നെ ബഹിഷ്കരിക്കണം. നമ്മൾ എവിടേക്കാണോ മിഷന് പോകുന്നത് അവിടത്തെ കുറിച്ച് ആദ്യം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയൊക്കെ നമുക്ക് കാണിച്ചു തരും. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഉള്ള പിശാചുക്കളാണ്. അതുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്തു? ഈശോ സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നതിന് മുൻപേ 2-3 പേരെ ആ പ്രദേശത്തേക്ക് അയക്കുകയാണ്. നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ആ കോണ്ടസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് പാമ്പുകളുടെയും തേളുകളുടെയും മേൽക്ക് അധികാരം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ പോകുന്നതിന് മുൻപും എന്ത് മിഷൻ എടുത്താലും ആദ്യം ആ മിഷൻ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷത്തിനെതിരായിട്ടും നമുക്കെതിരായിട്ടും എന്തെല്ലാം ശക്തികളാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മളെ ദർശനത്തിലൂടെ കാണിച്ചു തരും. ആ ദർശനങ്ങളാണ്, അതിന്റെ ചിഹ്നങ്ങളാണ് പാമ്പും തേളും. ഇതൊക്കെ വളരെ കുട്ടി പിശാചുക്കളാണ്. എന്നാൽ വലിയ കണ്ടാമൃഗവും ഭീകര ജീവികളെയൊക്കെ കാണിച്ചു തരും. അതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ പ്രാർത്ഥനയിലൂടെ നിർവീര്യമാക്കണം. അങ്ങനെയാണ് മിഷൻ ആരംഭിക്കേണ്ടത്.
അതുകൊണ്ട് പോകാൻ പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകാനല്ല ചെയ്യണത്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ദർശനം കാണും. ഇനി അവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം. ഇനി പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും എന്തിനാണ് നമ്മൾ അവിടെ പോകുന്നത്? അവിടെ ജനത്തെ പീഡിപ്പിക്കുന്ന പിശാചുക്കളെ, ആ പിശാചുക്കളുടെ പ്രവർത്തനത്തിൽ നിന്നും അവരെ ഒഴിവാക്കണം. ഞാനിപ്പോൾ ഓർക്കുന്നത് ഇൻഡോറിൽ, നമ്മുടെ ഇൻഡോറിലുള്ള സിസ്റ്റർ അവിടെ ലൂസി ലൈസ. അപ്പൊ ഇൻഡോറിൽ ഇവരുടെയൊക്കെ മഠത്തിലും ആ പ്രദേശത്തും ജാബുവായിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇൻഡോറിൽ നിന്ന് ജാബുവായിലേക്കുള്ള വഴിയിലാണ് ഒരു കന്യാസ്ത്രീ മഠത്തിൽ ആക്രമണം നടത്തി സിസ്റ്റേഴ്സിനെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ജാബുവായിലെ കൺവെൻഷനിൽ വെച്ച് ഒരു ആളെ 3-4 പേരും കൂടി പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവന് പിടിച്ചിട്ടൊന്നും നിൽക്കണില്ല. അപ്പൊ ഈ പിശാച് കയറി കഴിഞ്ഞാൽ അപാരമായ ഒരു ശക്തിയാണ് അവർക്ക്. ഓ സമയമായല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാണുന്നത് ഈ കൈയിലെ മസിലിന്റെ അകത്ത് ഒരു പിത്തള തകിട് അകത്ത് വെച്ചിരിക്കുന്ന കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് പിടിച്ചു നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് ഒരു പിത്തള തകിട് ഇതിൻ്റെ അകത്ത്. അപ്പം ആദ്യം തന്നെ അതിലുള്ള പൈശാചികതയെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഐ ബൈൻഡ് യു. ഈശോയുടെ നാമത്തിൽ ഈ പൈശാചികതയെ ഞാൻ ബന്ധിക്കുന്നു. ആ അർത്ഥത്തിലാണ് ബന്ധന പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർവീര്യമായി. അതാണ് പിശാചുക്കളുടെ മേൽ നിനക്ക് സകല അധികാരങ്ങളും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളൊരു വിശ്വാസിക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ വസിക്കുന്ന കർത്താവ് ഈശോ മിശിഹ ചെയ്തതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും അവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പൊ ഈ പിശാചുകൾ കാണുമ്പോ നമ്മൾ ഓടണ്ട, ഭയപ്പെടരുത്. പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവമോ സൃഷ്ടാവും. കാറ്റഗിസം 395 പറയുന്നത് പിശാച് വെറും ഒരു സൃഷ്ടിയാണ്, അവന്റെ ശക്തി അനന്തമല്ല. ഓക്കെ. അങ്ങനെ നിർവീര്യമാക്കി കഴിഞ്ഞപ്പോൾ അവൻ ശാന്തമായി. ഇനി അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇങ്ങനെ മിഷൻ സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് അവരറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തരത്തിലുള്ള പൈശാചികതയുടെ ബന്ധനങ്ങളിലാണ് അവർ. അപ്പൊ മിഷനിലാണ് ആദ്യത്തെ. അപ്പൊ ഈ മർക്കോസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യ വചനം പിശാചുക്കളുടെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. സർപ്പങ്ങളെ കയ്യിലെടുക്കും, അത് വലിയ പിശാചുക്കൾ. വിഷം കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടും. ഐ ആം നോട്ട് എ ഹീലർ, ബട്ട് ഐ ആം എ ബിലീവർ. ഞാനൊരു രോഗശാന്തി നടത്തുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷേ കർത്താവ് പറഞ്ഞേക്കണു, നീ വിശ്വാസിയാണെങ്കിൽ നീ രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗി സൗഖ്യമാവും എന്ന് നമ്മൾ വിശ്വസിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോ ഇവിടെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതൊന്നുകൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ എല്ലാവരിലും പല ആത്മീയ ദാനങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അതറിയണം. രണ്ടാമത്തെ അറിവ്, അത് വിദഗ്ധമായി ഉപയോഗിക്കണം എങ്ങനെയെന്ന് അറിയണം. ഇനി ഇവിടെ 4, 5, 6 വചനത്തിൽ പറയുന്നത് ഒരു ട്രിനിറ്റേറിയൻ കോണ്ടെസ്റ്റ് ആണ്. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. കണ്ടോ, പരിശുദ്ധാത്മാവ് ഒരേ ആത്മാവാണ് എല്ലാ ദാനങ്ങളിലും പ്രവർത്തിക്കുന്നത്. 2, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, ഈശോ മിശിഹ. ഈശോ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ആ ഈശോയുടെ ശുശ്രൂഷാവരത്തിന്റെ ഒരു ശാഖയാണ് നമ്മളെല്ലാവരും. 3, പിതാവായ ദൈവം.
പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും, കണ്ടോ ഈ വാക്ക് ശ്രദ്ധിച്ചു, അതെല്ലാവരും പറഞ്ഞ്, എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ, ഓ ഞാനില്ല കേട്ടോ, ഞാൻ ഭാവിയും ബലഹീനതയുമാണ്, ഞാൻ ഇതിനകത്തില്ല കേട്ടോ, ഇതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ എന്താ ചെയ്യണത്? എല്ലാവർക്കും എല്ലാറ്റിനും. അപ്പൊ നിങ്ങൾ ഇതിനകത്തുണ്ടോ? ഉണ്ടോ? 10 പേരെ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾ ഇതിനകത്തുണ്ടോ? ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകും ദൈവം. 7-ാമത്തെ വചനം പറയുന്നത് ഇതാണ്, ഓരോരുത്തരിലും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനത്തിൽ ഈ വാക്ക് മാത്രമെടുത്ത് ഓരോരുത്തരിലും, ആത്മായ വിശ്വാസികളിലുള്ള പ്രബോധന രേഖയിൽ പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്കാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒന്നുകൂടി മുറുക്കെ പിടിച്ച്, നമ്മൾ ഓരോരുത്തരിലും വലിയ ദാനങ്ങൾ ഉണ്ട്. എന്താണ്? മുട്ടുവിൻ, തുറക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഗ്രൂപ്പ് സെഷൻ. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശല ഹലബല ഹലബല. ഒന്ന് സ്തുതിക്കാം. ശല ഹലബല ഹലബല, ശലബല ഹലബല ഹലബല, ശലബല ഹലബല ഹലബല. Praise the Lord. ഇപ്പോ ഓക്കെ, അച്ഛനോടെ ഷാജി. അപ്പൊ നമ്മളിപ്പോ ഗ്രൂപ്പ് തിരിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് വേറൊരു ഗ്രൂപ്പായിരിക്കും, നേരത്തെ ഗ്രൂപ്പ് മാതിരിയല്ല. നമ്മൾ 10 ഗ്രൂപ്പാകും. 10 ഗ്രൂപ്പ്. ഒന്ന് 1 to 10. എല്ലാവരും പറഞ്ഞ് 1 to 10. ഇവിടുന്ന് നിങ്ങളൊരു ഗ്രൂപ്പ് 1 to 10 എടുത്തോ, ഇവിടുന്ന് 1 to 10 എടുത്തോ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് 1 മുതൽ 1. അവിടെ ഒരു ഉച്ചത്തിൽ പറയാം, എല്ലാവരും ഉച്ചത്തിൽ പറയാം. അവിടെ നിങ്ങൾ വിട്ടുപോയത് ഇവിടെ കഴിഞ്ഞോ? ഇവിടെ